മതവിദ്വേഷത്തിനെതിരെ ഗുരുമാനവീയം സംഘടിപ്പിച്ച് ശ്രീനാരായണ ദർശനവേദി. NABL അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു. കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും. MHL സ്മാർട്ട് ലാബ്സ്. മതവിദ്വേഷ പ്രചരണത്തിനെതിരെ കൊടുങ്ങല്ലൂർ ശ്രീനാരായണ ദർശനവേദി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ നടത്തിയ സമുദായ സഹോദരി സമ്മേളനം SNDP യോഗം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്തു. അതിനെതിരെ കേരള ഹൈക്കോടതിയിൽ ഒരു മാന്യൻ ഹർജി കൊടുക്കുന്നു. ആ നടപടിയെ ക്ഷേത്രാചാര ലംഘനമായി വ്യാഖ്യാനിച്ചുകൊണ്ട് അഹിന്ദുവായിട്ടുള്ള ഒരു വ്യക്തിയെ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനകത്ത് പ്രവേശിപ്പിച്ച ഗുരുതരമായ കൃത്യവിലോപം അത് ആവർത്തിക്കരുതെന്ന് വിലക്കണം. ആ കൃത്യവിലോപം നടത്തിയവരെക്കെതിരെ അതിൻ്റെ ക്ഷേത്ര ഭാരവാഹികളെ അതിനനുസരണമായിട്ടുള്ള ഈ നിയമലംഘനത്തിൻ്റെ പേരിൽ താക്കീത് ചെയ്യണം എന്നൊക്കെയുള്ള വിവിധങ്ങളായ അപേക്ഷകളാണ് ഇതിനകത്തുണ്ടാകുന്നത്. ഇന്നലെ കേരള ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച് ആ ഹർജി വാദം കേട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് വന്ന ഉത്തരവ് ഇന്നത്തെ മിക്കവാറും എല്ലാ പത്രങ്ങളിലും നല്ല തലക്കെട്ടോടു കൂടി വന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് നല്ലൊരു ദിവസമാണല്ലോ എന്നെനിക്ക് തോന്നാൻ കാര്യം, പ്രത്യേകിച്ച് നിങ്ങളുടെ നാട്ടിൽ ഇവിടെയുള്ള ദൈവങ്ങൾക്ക് പിന്നോക്കക്കാരൻ തുളസിമാല കെട്ടി അർപ്പിച്ചാൽ അത് ദൈവകോപത്തിനിടയാകും എന്നുറച്ചു വിശ്വസിക്കാൻ, ആ വിശ്വാസത്തെ പ്രചരിപ്പിക്കാൻ, അതിന് നിയമസാധുത നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം കോടതി വരാന്തകളിലും പൊതു സങ്കേതങ്ങളിലുമൊക്കെ ആവേശപൂർവ്വം പ്രവർത്തിക്കുവാനുമുള്ള കുറഞ്ഞൊരു പറ്റം മനുഷ്യന്മാരും ഉള്ള ഈ സമൂഹത്തിൽ തീർച്ചയായും ഇങ്ങനെയൊരു വാർത്ത, ഇങ്ങനെയൊരു കോടതി വിധി ഇവിടുത്തെ ജനസാമാന്യം ആഹ്ലാദപൂർവ്വം സ്വാഗതം ചെയ്യും എന്നെനിക്ക് ഉറപ്പാണ്. സീതാവു, സണ്ണിയം കബിക്കാട്, നജ്മ തബ്സീറ, മാഗ്ലിംഗ് ഫിലോമിന തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിൽ വെച്ച് PK റോസി സ്മാരക അവാർഡ് നേടിയ സിനിമാ സംവിധായകൻ പ്രശാന്ത് ഈഴവനെ ആദരിച്ചു.